ഇന്ത്യൻ മിലിറ്ററിയെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും അത് അധികമാവില്ല. കാരണം ഓരോ മേഖലയിലും ഇന്ത്യൻ മിലിറ്ററിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയം തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന ഒരു വാർത്ത തന്നെ എടുത്താൽ, ഈ UN ഡിസെൻഗേജ്മെൻറ്റ് ഒബ്സർവർ ഫോഴ്സിൽ UNDOF അതിലുള്ള ഇന്ത്യൻ പട്ടാളക്കാരന് അവിടെ ഒരു അപകടം സംഭവിച്ചപ്പോൾ ഇന്ത്യൻ പട്ടാളം നേരെ ചെന്ന് അവരെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വാർത്ത, അത് വളരെ വളരെ ശ്രദ്ധേയമായൊരു വാർത്തയാണ്. ശരിക്കും UN-ൻ്റെ ഒരു സ്റ്റാഫാണ്, UN-ൻ്റെ പട്ടാളക്കാരനാണ്. പക്ഷേ ആ ആൾക്ക് അവിടെ ഒരു അപകടം സംഭവിച്ചപ്പോൾ ഇന്ത്യൻ ആർമി നേരിട്ട് പോയി രക്ഷിച്ചു. വേണമെങ്കിൽ അവർക്ക് അത് UN-ൻ്റെ ഉത്തരവാദിത്വമാണ് അവരെ രക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ, ഇന്ത്യൻ പൗരനാണത്. അത് ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ ആർമി നേരെ പോയി അത് കേൾക്കുമ്പോൾ തന്നെ അത് വളരെ ഒരു സുഖമുള്ള ഒരു വാർത്തയായിട്ട് തന്നെ നമുക്ക് തോന്നാം. അതെ, തീർച്ചയായിട്ടും ഇന്ത്യൻ പട്ടാളത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ്. കാരണം ഒരു പട്ടാളക്കാരൻ്റെ മകളും ഒരു പട്ടാളക്കാരൻ്റെ സഹോദരിയുമാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും എൻ്റെ അമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, അതിർത്തി കാത്തതിൻ്റെ ചോറാണ് നമ്മൾ ഉണ്ണുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് എപ്പോഴും പട്ടാളക്കാരെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനമാണ്. മറ്റു സേനകളൊന്നും മോശമെന്നല്ല ഞാൻ അതിലൂടെ ഉദ്ദേശിച്ചത്. എല്ലാവരും ഇന്ത്യയെ കാക്കാനായിട്ട് ജീവിക്കുന്നവരാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 ചോദ്യങ്ങൾ കേൾക്കുന്നവർക്ക് തോന്നാം, എന്തിനാണ് ഇസ്രായേൽ ഇന്ത്യൻ പട്ടാളത്തിന് കാര്യം എന്ന് തോന്നാം. 2, ആരാണ് ഈ വ്യക്തി എന്നുള്ളതും നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് 33 വയസ്സുള്ള ഇന്ത്യൻ മിലിറ്ററിയുടെ ഹവിൽദാർ സുരേഷ് ഷാർ എന്ന ജവാനെയാണ് എയർലിഫ്റ്റ് ചെയ്ത് വിമാനം ഇന്ത്യയിലേക്ക്. 33 വയസ്സുള്ള ഒരു ജവാന് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ മറ്റൊന്നും നോക്കാതെ C-130J എയർ ആംബുലൻസ് ഇസ്രായേൽ ബോർഡറിലേക്ക് പറന്നിറങ്ങി നമ്മുടെ ഇന്ത്യൻ ജവാനെയും കൊണ്ട് തിരിച്ച് പറന്നു എന്നുള്ളതാണ്. അനൂജ് സിംഗ് എന്ന് പറയുന്ന മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് അതിന് നേതൃത്വം നൽകിയത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പട്ടാളക്കാർക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്, അവർ ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവരാണ് അവരെന്നുള്ളത് ഇന്ത്യൻ ഭരണകൂടത്തിന് അറിയാം. അതുകൊണ്ടാണ് ഏത് സ്ഥലത്തും ഇന്ത്യക്കാർക്കൊരു പ്രശ്നം വന്നാൽ അവിടെ ഈ നമ്മുടെ പട്ടാളം ഓടിച്ചെല്ലും, നമ്മുടെ ഉദ്യോഗസ്ഥർ ഓടിച്ചെന്ന് അവരെ നെഞ്ചോട് ചേർക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനി മറ്റൊരു കാര്യം, എന്തിനാണ് ഇസ്രായേലിൽ ഇന്ത്യൻ പട്ടാളക്കാർക്ക് കാര്യമെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ആർമി ലോകത്ത് ഒരു 5000 മുതൽ 6000 വരെ ഇന്ത്യൻ ആർമികളുണ്ട്. അവർ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ ഭാഗമായാണ് ഈ 5000 മുതൽ 6000 പേർ ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ടാണ്. 3 രാജ്യങ്ങളാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. അതിൽ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. സമാധാന സേനയിൽ 3 രാജ്യങ്ങളിൽ പ്രധാന 3 രാജ്യങ്ങളുണ്ട്. അതിൽ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ എന്നുള്ളതാണ്. ഈ പ്രദേശത്ത്, അതായത് ഇസ്രായേൽ സിറിയയുടെ കോർണർ ഭാഗത്ത് 197 മുതൽ 600 വരെ, അത് ഒഫീഷ്യലായിട്ട് നമുക്ക് പുറത്തു വന്നിട്ട് കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു 200-ന് മുകളിൽ 600-ന് ഇടയ്ക്ക് പട്ടാളക്കാർ ഈ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഈ സിറിയയുടെ കോർണർ ഭാഗത്ത് വരുന്ന പ്രദേശത്ത് ആ റീജിയനിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ സമാധാന ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും ഇത്തരത്തിൽ ബോർഡറുകളിൽ ഈ അവരുടെ സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത്, ഈ സിറിയ ഇസ്രായേൽ ബോർഡറിൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. 1967-ലെ 6 ദിവസത്തെ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ഗോലൻ ഹൈറ്റ്സിന്റെ ഏറെക്കുറെ, അതായത് അവരുടെ ബോർഡറിന്റെ ഏറെക്കുറെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു. യുദ്ധം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുമെന്ന് മനസ്സിലായപ്പോൾ UN ആ ഭാഗത്ത് ബഫർ സോൺ ഏർപ്പെടുത്തി. അവിടെയാണ്, ഈ ബഫർ സോൺ ഏർപ്പെടുത്തിയ സ്ഥലത്താണ് ഇന്ത്യൻ സൈന്യത്തെ നിയോഗിച്ചിട്ടുള്ളത്. അതാണ് ഇന്ത്യൻ സൈന്യത്തിൽ ഇസ്രായേലിലുള്ള കാര്യം എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേനയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം ലോകത്തുള്ള എല്ലാ രാജ്യത്തിൻ്റെയും ബോർഡറുകളിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഗോൾഡൻ ഹൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നതിനാണ് ഈ ഇന്ത്യൻ സൈന്യം അവിടെ എത്തിയതും. അവിടെ വച്ചിട്ടാണ് നമ്മുടെ ഈ 33-കാരനായ സുരേഷിന്, നമ്മുടെ പട്ടാളക്കാരൻ, നമ്മുടെ ധീര ജവാന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അത് ഇന്ത്യൻ സൈന്യം അറിയുന്നു. അപ്പം തന്നെ അവര് സൈനിക വിമാനത്തിൽ ടെൽ-അവീവിൽ നിന്നും കൂടുതൽ ചികിത്സയ്ക്കായാണ് ഡൽഹിയിലെ ആർമി റിസർച്ച് ആൻഡ് റഫറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അതായത് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. സെപ്റ്റംബർ 20-ന് ആണ് ഡ്യൂട്ടിക്കിടെ ഇദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ഇസ്രായേലിലെ UN
ആശുപത്രിയിലാണ് അദ്ദേഹത്തെ അത് പ്രവേശിപ്പിച്ചത്. യുദ്ധത്തിനിടയിലല്ല, അദ്ദേഹത്തിന് ഈ ഒരു പിന്നെ ബോർഡറിൽ നിന്നപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു പോയതാണ്. അപ്പൊ എന്നാൽ അദ്ദേഹത്തിന്റെ അവസ്ഥയ്ക്ക് ആ ചികിത്സ പോരാ, പറ്റിയ അപകടത്തിൽ വെച്ചിട്ട് കൂടുതൽ ചികിത്സ ആവശ്യമായതിനാലാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് മാറ്റാനായി തീരുമാനിച്ചതെന്ന് നമ്മുടെ സൈന്യം എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. കരസേന, ഇന്ത്യൻ വ്യോമസേന, ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്, IDS, സൈനിക കാര്യ വകുപ്പ് എന്നിവർ ചേർന്നാണ് ഈ സൈനികനെ രക്ഷിക്കുന്നതിന് മുൻകൈ എടുത്തത്. ഇവരെല്ലാം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിൽ മാസമായി ഇന്ത്യ പറന്നിറങ്ങിയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇസ്രായേൽ ഇപ്പോൾ സംഘർഷഭരിതമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈന്യം, നമ്മുടെ സൈന്യം സർവശക്തരാണ്. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു ശക്തിയൊന്നും മറ്റൊരു സേനയ്ക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം ശക്തിയാണ് നമ്മൾ പ്രതിരോധ മേഖലയിൽ കൈവരിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇസ്രായേൽ ഇനി ഇന്ത്യയുടെ സഹായം തേടിക്കൊണ്ട് ഇവിടുത്തെ പട്ടാളക്കാരെയൊക്കെ അങ്ങോട്ട് വിളിപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ളയെയും ഹമാസിനെയും തീർക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നു എന്നൊക്കെയുള്ളൊരു പെട്ടെന്ന് നമുക്കങ്ങനെ തോന്നും ഈ മാസമായി ഇന്ത്യൻ സൈന്യം പറന്നിറങ്ങി. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കുറേ സൈനികർ പല ബോർഡറുകളിലും രാജ്യത്തിൻ്റെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്. എനിക്കൊന്നും ഇത് ഈ വാർത്ത കേൾക്കുന്നതിന് മുൻപേ വരെ ചിലപ്പോൾ എൻ്റെ അജ്ഞത കൊണ്ടായിരിക്കാം ഇത്തരം ഒരു സമാധാന സേന ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്, അതിൽ നമ്മുടെ ഇന്ത്യക്കാരായ ജവാന്മാരുമുണ്ട് എന്നുള്ളത് എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു. ഞാൻ ഈ വാർത്തയുടെ ആദ്യം കണ്ടപ്പോൾ ഇസ്രായേലിൽ ഇന്ത്യൻ പട്ടാളം പറന്നിറങ്ങി എന്ന് കേട്ടപ്പോൾ എന്തിനാണ് ഇസ്രായേലിൽ ഇന്ത്യൻ പട്ടാളത്തിന് കാര്യം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ആകാംക്ഷ. പിന്നീട് ആ വാർത്ത വായിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സേന നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ സേനകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വിചാരം പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ നുഴഞ്ഞു കയറാതെ നമ്മുടെ അതിർത്തികൾ കാത്ത് നമ്മുടെ രാജ്യത്തെ കാത്തു നിർത്തുന്ന നമ്മുടെ മിലിറ്ററി ഉദ്യോഗസ്ഥർ, നമ്മുടെ ജവാന്മാർ എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. ഇടയ്ക്ക് കുറച്ച് നാൾ ഈ ഇന്ത്യൻ സൈന്യത്തിനെ വിമർശിച്ചുകൊണ്ട് കുറേ പേര് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട്. അതായത് ഇവർക്ക് എന്തിനാണ് ഇത്രയധികം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതെന്ന ചോദ്യമുണ്ടായിരുന്നു. പിന്നെ അധികകാലവും യുദ്ധമൊന്നും ഇല്ലല്ലോ, ഇവർ എപ്പോഴും വിശ്രമ ജീവിതമാണ് നയിക്കുന്നത് എന്ന് പറഞ്ഞ് നിരവധി വിമർശനങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ നിരവധി ആളുകൾ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടത് യുദ്ധമുഖത്ത് നിൽക്കാൻ മാത്രമല്ല പട്ടാളക്കാരെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ വയനാട് ദുരന്തമുണ്ടായപ്പോൾ എന്താണ് അവിടെ പട്ടാളക്കാർ വന്ന് ചെയ്തത് എന്നുള്ള നമ്മുടെ മലയാളികൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അത് നമ്മൾ ലൈവായി ചാനലുകളിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. അത് എന്താണ് കണ്ണടച്ച് തുറക്കും മുന്നേ കാര്യം കഴിഞ്ഞു. അതുപോലെ ഓരോ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് ദുരന്തമുണ്ടാകുമ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം അവർ പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയില്ല, നമ്മുടെ നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്നതിന്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പോലീസിനെ താഴ്ത്തി കെട്ടുന്നതല്ല, നമ്മുടെ പോലീസ് നമ്മുടെ സംരക്ഷിക്കാനായി അവർ ഏതറ്റം വരെ പോവാൻ നല്ലവരായ പോലീസ് ഒരുപാട് പേരുണ്ട്. പട്ടാളത്തിന്റെ പ്രവർത്തനം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് ട്രെയിൻഡ് ആയിരിക്കുന്നതാണ്. ഏത് മുഖത്തും ഏത് കാലാവസ്ഥയിലും എവിടെയും പോയി പ്രവർത്തിക്കാൻ സജ്ജരായിട്ടുള്ളവരാണ് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ. അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഒന്നും വില കുറച്ച് കാണേണ്ടതില്ല. അവർ യുദ്ധത്തിൽ പോയി ചാവാൻ നടക്കുന്നവരെന്ന്, അതായത് ഇത്തരം വാക്കുകളാണ് പലരും പ്രയോഗിക്കുന്നത്. അപ്പൊ ഒരാൾ പറഞ്ഞൊരു കമന്റ് എന്താണ്, വീരമൃത്യു എന്നാണ്. അതെ, ഒരാൾ മരിച്ച കുടുംബത്തിന് ഇഷ്ടം പോലെ കിട്ടും. എത്ര ബാലിശമായ വാദങ്ങളാണ് ഇവർ. ഞാനൊരു പട്ടാളക്കാരന്റെ മകളായതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ അമ്മയൊക്കെ എൻ്റെ അച്ഛൻ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ പൈസക്കപ്പുറം ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരന്റെ ഭാര്യയാണ്. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. പക്ഷെ ലീവ് കഴിഞ്ഞൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മയുടെ ഒരു മനസ്സിൻ്റെ ആദി, കാരണം ഇവരൊക്കെ പോകുന്നു, തിരിച്ച് ജീവനോടെ തന്നെ വരുമോ എന്നുള്ള ഒരു ഭയം. അടുത്ത ലീവ് കിട്ടി അച്ഛൻ ട്രെയിനിൽ കയറുന്നത് വരെ അമ്മയുടെ ആ ഒരു വർഷത്തെ ജീവിതം എന്ന് പറയുന്നത് അച്ഛന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അച്ഛന് ഒന്നും സംഭവിക്കരുത്. അച്ഛൻ കോടിക്കണക്കിന് ആളുകളെ കാക്കാനുള്ള കാവൽ നിൽക്കാനാണ് പോകുന്നത്. പക്ഷേ അമ്മയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ തിരിച്ച് വരണം, അച്ഛൻ ഒന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അമ്മയുടെ ആ പ്രാർത്ഥന. അപ്പോൾ ഈ പട്ടാളക്കാരെന്ന് നമ്മൾ പറയുന്നത് അവരുടെ വീട്ടിലിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയാണ്. ഇപ്പം എൻ്റെ സഹോദരൻ പട്ടാളത്തിലാണ്, അപ്പോൾ അതിർത്തിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു പട്ടാളക്കാരുടെ ഒരു വാർത്ത TV-യിൽ കാണുമ്പോൾ ഞാൻ ആദ്യം എടുത്ത് എൻ്റെ അമ്മയെ വിളിക്കും. അമ്മ അവൻ ഓക്കെ അല്ലേ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം നമ്മുടെ മനസ്സ്
അവൻ നിൽക്കുന്ന സ്ഥലത്താണ് എന്തെങ്കിലും ഒരു സ്ഫോടനമോ എന്തെങ്കിലും ഒരു ഭീകര പ്രവർത്തനമോ നടക്കുന്നതെന്ന് അറിഞ്ഞാൽ ആദ്യം നമ്മുടെ നെഞ്ചുരുകുന്നത് അവൻ സേഫ് അല്ലേ, അവൻ ഓക്കെ അല്ലേ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. അപ്പൊ ഈ പട്ടാളക്കാർ അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടി വേദന അവരുടെ കുടുംബത്തിൽ ഇരിക്കുന്നവർ, ഈ കുടുംബത്തിലുള്ളവരുടെ എല്ലാം നൂറുകണക്കിന് അതെ, സ്ത്രീകളുടെ ഒരു പ്രാർത്ഥനയുടെ സഹോദരിയായി ഫലമാണ് എനിക്ക് ഈ വേദന ഉണ്ടെങ്കിൽ അവന്റെ ഭാര്യ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും? മക്കളെ കാണാതെ, ഭാര്യയെ കാണാതെ എത്രയോ പട്ടാളക്കാർ അതിർത്തികളിൽ പിന്നെ ഈ നുഴഞ്ഞു കയറ്റി, ഇപ്പൊ നമ്മളൊക്കെ പറയും നമ്മളൊക്കെ സമാധാനമായി കിടന്നുറങ്ങുന്നത് ഇവരൊക്കെ കണ്ണ് തുറന്നു വെച്ച അതിർത്തികളിൽ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. അത് യാഥാർത്ഥ്യമാണ്. പട്ടാളക്കാർ അത്രത്തോളം കാവൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു രീതിയിലും ഒരു നുഴഞ്ഞുകയറ്റക്കാർ കയറാതെ നമ്മുടെ രാജ്യത്തെ ഒരു ദുഷ്ടശക്തിക്കും തകർക്കാൻ കഴിയാതെയും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മൾ ഓരോ ദിവസവും സമാധാനത്തോടെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ പട്ടാളം ഉള്ളത് കൊണ്ട് തന്നെയാണ്. പല രാജ്യത്തിൻ്റെയും അതിർത്തികൾ കാക്കുന്നത് അവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനിക്കണം, അവരെക്കുറിച്ച് ഓർത്തുക എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യൻ പട്ടാളത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് നമ്മുടെ രാജ്യം കാക്കുന്നതിനും പല രാജ്യങ്ങളുടെ അതിർത്തികൾ കാക്കുന്നതിനും.